നമ്മുടെ പുതിയ ജനറേഷനിൽ കാണുന്ന അപജയങ്ങളുടെ അടിസ്ഥാന കാരണം അവർ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോഴും അവർക്ക് നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും അവരുടെ സിലബസിൽ പഠിപ്പിക്കപ്പെടുമ്പോഴൊക്കെ ഇപ്പോൾ പാഠപുസ്തകം 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകം സമ്പൂർണമായും ഇത്തരം ആശയങ്ങൾ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികളുടെ മുടിയൊന്ന് കോലം മാറുമ്പോൾ ആ മുടിയുടെ പിന്നാലെ പോയിട്ട് ബഹളം ഉണ്ടാക്കും. ചിലപ്പോൾ പ്രഷർ ചെയ്ത് അവരെ കൊണ്ടുപോയി വെട്ടിക്കും, അല്ലെങ്കിൽ അവരുടെ വസ്ത്രത്തിൻ്റെ പേരിൽ നമ്മൾ ബഹളം വെക്കും. യഥാർത്ഥത്തിൽ നമ്മളറിയാതെ ക്യാൻസറിനേക്കാളും കടുത്ത ഒരു രോഗം അവരുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് മഹല്ല ജമാഅത്തുകളും മഹല്ല നേതൃത്വങ്ങളും മുസ്ലിം പണ്ഡിതന്മാരും ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സും ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ നിയമവ്യവസ്ഥയും ഇവിടുത്തെ കോടതിയും ഒക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ 10-15 കൊല്ലം കഴിയുമ്പോൾ ചിത്രം മറ്റൊന്നായിരിക്കും. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായി ഈ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ, ഇവിടെ നിങ്ങൾ എഴുതി കണ്ടൊരു വേർഡുണ്ട്, നിങ്ങൾ ഇവിടെ വിതരണം ചെയ്ത ലഘുലേഖയിൽ ഈ ആശയം കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയോട് പറയുന്നത് എന്താണ്? നിനക്കാകൊരു ലോകമേ ഉള്ളൂ, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ആ ജീവിതം അടിച്ചു പൊളിക്കണം. ഇത് മെസ്സിയുടെ ചിത്രത്തിൽ വെക്കും, ഇത് റൊണാൾഡോയുടെ ചിത്രത്തിൽ വെക്കും, ഇത് മമ്മൂട്ടിയുടെ ചിത്രത്തിൽ വെക്കും, ഇത് റീലായി മമ്മൂട്ടിയുടെ ഡയലോഗായി, ദുൽഖർ സൽമാന്റെ ഡയലോഗായി, ഇവിടുത്തെ ഹീറോയിനുകളുടെ ഡയലോഗായി, ഫിലിമിന്റെ ക്ലൈമാക്സുകളിൽ മരണത്തിന് കീഴ്പ്പെടുന്നതിന് മുമ്പുള്ള നിമിഷങ്ങളിൽ ഇമോഷനെ ഏറ്റവും ശക്തമായി ഉദ്ദീപിപ്പിക്കുന്ന നിമിഷങ്ങളിൽ അങ്ങോട്ട് കൊടുക്കും. ഇത് കുട്ടിയുടെ തലച്ചോറിലേക്ക് കയറാണ്. ആകെ ഒരു ജീവിതം. ലഹരിയെക്കുറിച്ച് ഭയങ്കര ക്ലാസ് എടുക്കും. എന്താ, ലഹരി കുടിച്ചാൽ ഇന്ന ശരീരത്തിലെ ഇന്ന പാർട്ടിൽ പ്രശ്നം വരും, ഇന്ന ശാരീരിക ഭാഗത്തിന് ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ വരച്ചിട്ട് കരളിന്, കിഡ്നിക്ക്, പാങ്ക്രിയാസിന്, OG ജംഗ്ഷന് ഇങ്ങനെ രേഖപ്പെടുത്തി കാണിച്ചു കൊടുക്കും. കുട്ടി എന്താ വിചാരിക്കണ അറിയോ? ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ 90-ാം വയസ്സിൽ കിഡ്നിയൊക്കെ പോയി ചക്രശ്വാസം വലിച്ച് വീൽ ചെയറിൽ ഇരുന്ന് ഇങ്ങനെ മക്കളെ എന്നും വിളിച്ച് ജീവിക്കണില്ല, ഉള്ള കാലം അടിച്ചു പൊളിക്കണം നല്ലത്. ആകൊരു ജീവിതമേ ഉള്ളൂ എന്നാണ് കുട്ടികളെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ആണോ? അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. ഏത് പാടത്ത് പണിയെടുക്കുന്ന ആൾക്കും രാത്രി 2:30 മണിക്ക് എണീറ്റ് റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളിക്കും ആകാശത്ത് നിരീക്ഷിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനും ഗവേഷകനും ഒക്കെ മനസ്സിലാകാൻ മാത്രം പോന്ന ഭാഷയിൽ ഖുർആൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും ആയിരുന്നില്ല. 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെ നിന്റെ പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ബീജബിന്ദുക്കളിലെ കേവലം ഒരു ബീജബിന്ദു മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്ന് അണ്ഡവാഹിനിക്കുള്ളിലെ ഇന്ദ്രിയ ബിന്ദുവായി യാത്ര നടത്തി ഫി ളുലുമാത്തിൻ സലാസ്, ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറകളെ അതിജീവിച്ച് ആർത്തുകരഞ്ഞ് ജനിച്ചു വീണ നിന്നെ ശുദ്ധ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിന് രണ്ടാമത് നിന്നെ കൊണ്ടുവരൽ പ്രയാസകരമല്ല. നിന്നെ കൊണ്ടുവരൂ എങ്ങനെ? അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദ്വാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അവൻ നുരുമ്പി അസ്ഥികളിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരില്ലേ? പെട്ടിയിലാക്കി അടക്കപ്പെട്ട സെമിത്തേരികളിൽ നിന്ന് പുണ്യ തീർത്ഥങ്ങളിൽ അവനെ കത്തിച്ചാമ്പലാക്കി എറിയപ്പെട്ട പുണ്യ തീർത്ഥങ്ങളിൽ നിന്ന് പള്ളി അങ്കണങ്ങളിൽ, ശ്മശാനങ്ങളിൽ, ഖബറുകളിൽ അടക്കപ്പെട്ടിടത്ത് നിന്ന് മനുഷ്യൻ തിരിച്ചു വിളിക്കപ്പെടും. ആ തിരിച്ചു വിളിക്കപ്പെടുന്ന മനുഷ്യനെ തിരിച്ചു വിളിക്കുന്ന എന്തുകൊണ്ട് വിശ്വസിക്കണം? മനുഷ്യന്റെ ശരീരത്തിൽ ഈ അത്യത്ഭുതങ്ങൾ മുഴുവൻ കൊടുത്ത റബ്ബിന് അതൊരിക്കലും അസാധ്യമല്ല എന്നാണ്. ഈ സത്യം കുട്ടികളെ തലച്ചോർന്ന് മായിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ആർമാദിക്കാൻ തുടങ്ങും. എന്താ, എല്ലാറ്റിനും പാട്ട്, ചാട്ടം. ഈ ചാട്ടത്തിന് കുറച്ച് ടൈമിംഗ് കിട്ടണമെങ്കിൽ DJ വെച്ചിട്ട് എത്ര മിനിറ്റ് ചാടും? ആ ചാട്ടത്തിന് കൂടുതൽ ടൈമിംഗ് കിട്ടണമെങ്കിൽ അതിന് MDMA വേണ്ടി വരും, അതിന് പല തരം ഇത്തരം സാധനങ്ങൾ വേണ്ടി വരും ആ ടൈമിംഗ് കൂട്ടാൻ. അപ്പൊ അവൻ ലഹരിന്റെ ആളുമായി. പിന്നെ ഈ ആസ്വാദനത്തിന്റെ മർമ്മം എന്താ? ലൈംഗികതയാണ്. ഒരു 11-12 വയസ്സ് മുതൽ 22-24 വയസ്സ് വരെയുള്ള ഒരു കുട്ടി അവന്റെ ശരീരം ആഗ്രഹിക്കുന്ന കാര്യമാണ്. 100 ആളുള്ള കുട്ടികളോട് നിങ്ങൾ ചോദിക്കുക, നിനക്കൊരു പെൺകുട്ടിയോട്, ഒരു ആൺകുട്ടിയോട് ക്രഷ് തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഒരാളുണ്ടാവില്ല, എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും.
കാരണം അത്രയും രൂക്ഷമാണ് സാമൂഹിക പരിസരം. അപ്പൊ ഇതിലൂടെ കൊണ്ടുപോവാണ്. പിന്നെ അത് നന്നാക്കാനുള്ള വഴി എന്താ? നന്നാക്കാനുള്ള ഏക വഴി ഉപദേശിക്കലാണ്. ഈ കുട്ടിയുടെ തലച്ചോറിൽ ഭയങ്കര സമർത്ഥമായി ഫിറ്റ് ചെയ്തിട്ടുണ്ട്, മൈ ബോഡി മൈ ചോയ്സ് ആണ്. എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, എന്നെ ആരും ഉപദേശിക്കണ്ട. നിങ്ങളെ SN കോളേജിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സദാചാരം പടിക്ക് പുറത്തുനിന്ന് എഴുതി വെച്ചത്. എന്തേ? ടൂറിന് പോകുമ്പോ പെൺകുട്ടികൾ മുന്നിലും ആൺകുട്ടികൾ പിന്നിലും ഇരിക്കണം, ലൈറ്റ് ഒരു ഡിം ലൈറ്റ് രാത്രിയിൽ തെളിയിക്കണം എന്ന് പ്രിൻസിപ്പാൾ പരസ്യം പിന്നെ സർക്കുലർ കൊടുത്തപ്പോൾ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്റ്റുഡന്റ് ഓർഗനൈസേഷനുകൾ ഉത്തരവാദിത്തവും കടപ്പാടും ഈ സമൂഹത്തോട് മാത്രമാണ്. ആരെല്ലാം ഈ തിന്മയുടെ മുനയിൽ വന്നു നിന്നോ അവരാരും ഈ വിമർശനത്തിൽ നിന്നും വിചാരണയിൽ നിന്നും വിദൂരത്ത് നിർത്തപ്പെടുകയില്ലെന്ന് ഉറക്കെ പറയുന്നു ഉത്തരവാദിത്തത്തോടുകൂടെ. അവര് രംഗത്ത് വന്നു, പ്രിൻസിപ്പാളിനെ ഖരാവോ ചെയ്ത് രംഗത്ത് വന്നു. ഞാൻ പറയുന്നത് വിസ്ഡം യൂത്ത് ഇവിടെ ഉയർത്തുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തി ഞങ്ങൾ അവസാനിപ്പിക്കേണ്ട വിഷയങ്ങളല്ല, സമൂഹം ഏറ്റെടുക്കണം. ഇതിന്റെ അടിസ്ഥാനം പഴക്കണത് എവിടെ? ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാന്നാണ്. എന്താ കാര്യം? നമ്മുടെ ഇഷ്ടങ്ങൾ നിശ്ചയിച്ചു തരാൻ ആരുമില്ല എന്നാ ഇസ്ലാം പറയുന്നത് എന്താണ്? മനുഷ്യന് ചോയ്സുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ചോയ്സുകളെ മനുഷ്യന് നന്മയും തിന്മയുമായി വേർതിരിച്ചെടുക്കാൻ നന്മയും തിന്മയും മനുഷ്യർ തീരുമാനിച്ചാൽ തീരുമാനാകൂല. അതുകൊണ്ട് തന്നെ മനുഷ്യർ തീരുമാനിച്ചാൽ തീരുമാനമാകാത്തത് കൊണ്ടാണ് അഡോൾഫ് ഹിറ്റ്ലർ തന്റെ എല്ലാ ദുശ്ചെയ്തികളും ആ സമൂഹത്തിൽ നടപ്പിൽ വരുത്തിയത്. അവസാനം തന്നെ കല്ലെറിയാനും കൊല്ലാനും വേണ്ടി ലക്ഷങ്ങൾ തന്റെ കൊട്ടാരത്തിന്റെ ചുറ്റും തടിച്ചുകൂടിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ തന്റെ വളർത്തുനായക്കൊരു വെടിയുണ്ടയും തന്റെ പ്രിയതമക്ക് മറ്റൊരു വെടിയുണ്ടയും പിന്നെ ഇങ്ങനെ ഇവിടെ ഈ പോയിന്റ് ബ്ലാങ്കിൽ തന്റെ തോക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അയാൾ സ്വയം മരിച്ചത് അയാൾ ധാർമ്മികത തീരുമാനിക്കാൻ നിന്നപ്പോഴായിരുന്നു. സ്വേച്ഛാധിപതിയായ മനുഷ്യൻ ധാർമ്മികത തീരുമാനിക്കാൻ നിന്നപ്പോഴായിരുന്നു. നമ്മൾ പറയുന്നു നമ്മുടെ ധാർമ്മികത തീരുമാനിച്ചു തരേണ്ടത് നമ്മുടെ സ്രഷ്ടാവാണ്. അങ്ങനൊരു സ്രഷ്ടാവില്ലേ? അങ്ങനൊരു സ്രഷ്ടാവില്ലേ? സഹോദരന്മാരെ, ഖുർആൻ പറയുന്നുണ്ട്, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കുക. നിങ്ങൾക്കവിടെ സ്രഷ്ടാവിനെ കണ്ടെത്താൻ പറ്റും. മരണത്തിനു ശേഷം മണ്ണിൽ നിന്ന് മനുഷ്യൻ തിരിച്ചു പോരുമെന്ന യാഥാർത്ഥ്യം കണ്ടെത്താൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് ശരിയാം വിധം കണ്ടെത്താൻ പറ്റുമെന്ന് വിശുദ്ധ ഖുർആൻ ശക്തമായി മനുഷ്യനെ ഉണർത്തുന്നുണ്ട്. ഞാൻ വഫി അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അതുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ചില ഉദാഹരണങ്ങൾ ഈ സന്ദർഭത്തിൽ കോട്ടിയാണ്. മനുഷ്യന്റെ തലച്ചോറ് എടുക്കുക. നമുക്ക് 1 കിലോ 300 ഗ്രാമാണ് അതിന്റെ വെയിറ്റ്. 1 കിലോ 300 ഗ്രാം വെയിറ്റ് ഉള്ള തലച്ചോറിന്റെ ഉള്ളിൽ 490 കിലോമീറ്റർ അങ്ങ് ചെന്നൈയിൽ നിന്ന് കോഴിക്കോട് വരെ ദേശീയപാതയിൽ ഇങ്ങനെ നിർത്തിയിടാൻ വേണമെങ്കിൽ പറ്റുന്ന എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്നല്ല ഞാൻ പറയണേ. അത്രയും നീളമുള്ള കുഞ്ഞു ഞരമ്പുകളുണ്ട്, രക്തക്കുഴലുകളുണ്ട്. ഈ രക്തക്കുഴലുകൾ ഉണ്ടാക്കിയ റബ്ബി അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, ഈ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലേ? അങ്ങനെ ഒരു ദൈവം ഉണ്ട് എന്നതിനെ നിഷേധിക്കാൻ പറ്റുമോ? അത്രയും അനുഗ്രഹം തന്ന ആ ദൈവത്തിന് പകരം വേറെ ഒരാളിലേക്ക് പോകേണ്ടതുണ്ടോ? മറ്റൊരു ദൈവത്തോട് ചോദിക്കേണ്ടതുണ്ടോ? ശ്രീരാമന് ഈ രക്തചംക്രമണ പ്രക്രിയ ഉണ്ടായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ രക്തചംക്രമണ പ്രക്രിയ ഉണ്ടായിരുന്നു. ഈസാ അലൈഹി സ്വലാമക്ക് ഉണ്ടായിരുന്നു. മുഹീദ്ദീൻ ശേഖന് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊന്നുമല്ലാത്ത മനുഷ്യനെ സൃഷ്ടിച്ച ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിനോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നോക്കൂ നിങ്ങൾ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം ഒരു മിനിറ്റിൽ 70 തവണ അത് മിടിച്ചോണ്ടിരിക്കുന്നു. ഒരു ദിവസം 1,00,000 തവണ അത് മിടിച്ചോണ്ടിരിക്കുന്നു. അതിന്റെ മിടിപ്പിൽ ഒരു വ്യത്യാസം വന്നാൽ മനുഷ്യൻ തളർന്നു വീഴുന്നവൻ ആർത്തു കരയുന്നു അവന് വേണ്ടി. ദേശീയപാതകളിലൂടെ സൈറൺ മുഴക്കുന്ന ആംബുലൻസുകൾ പിന്നെ കാർഡിയോളജിസ്റ്റിന്റെ മുന്നിലേക്ക് അവനെയും കൊണ്ട് ഓടുന്നു. അത്രയും ദുർബലനാണ് മനുഷ്യൻ, അത്രയും നിസ്സാരനാണ് മനുഷ്യൻ. അവന്റെ ഉള്ളിൽ ഒരു മിനിറ്റിൽ 70 തവണ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയത്തെ ഒരു ദിവസം 1,00,000 തവണ മിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൃദയത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ റബ്ബ് അവന് അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, അവന് പിന്നീട് മനുഷ്യനെ മരിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരൽ അസാധ്യമാണോ?
ആ റബ്ബ് അവനുണ്ടായിരിക്കെ കയ്യിലും കാലിലും പിന്നെ കഴുത്തിലുമൊക്കെ എന്തിന് നമുക്ക് ചരടുകൾ വേണം സുഹൃത്തുക്കളെ, ഏലസുകൾ വേണം സുഹൃത്തുക്കളെ? നമുക്ക് ആ റബ്ബിൽ തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നത് കാലിഗ്രാഫിയിൽ മനോഹരമായി എഴുതി വെച്ച് കാറിൽ കെട്ടിത്തൂക്കാനും ചുമരുകളിൽ കെട്ടിത്തൂക്കാനുമുള്ളതല്ല, മറിച്ച് നെഞ്ചിൻ കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയാന്നുള്ളത് പ്രധാനമാണ്. മനുഷ്യന്റെ മൊത്തം ശരീരത്തിന്റെ ഉള്ളിലെ രക്തക്കുഴലുകളുടെ നീളം ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും കിട്ടും. 96,560 കിലോമീറ്റർ ആണ്. 96,560 കിലോമീറ്റർ. ഭൂമിയുടെ മൊത്തം ചുറ്റളവോ 40,075 കിലോമീറ്റർ ആണ്, അല്ലെ? ഈ ഇത്രയും വിസ്തൃതി ഭൂമിയുടെ വിസ്തൃതിയെക്കാളും പോന്ന ഈ വിസ്തൃതി ആരാ കൊടുത്തത്? അതെങ്ങനെ, ആരാണ് അവിടെ ക്രമീകരിച്ചു വെച്ചത്? ആ വെച്ച ഒരു പടച്ചോനെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു റബ്ബ്, ആ റബ്ബിന് അലൈസദാലിക ബിഖാദിരിൻ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യല്ലേ? അങ്ങനെയുള്ള ആ റബ്ബിലല്ലേ നമ്മൾ നമ്മുടെ സർവ്വം ഏൽപ്പിക്കേണ്ടത്? മനുഷ്യന്റെ ഒറ്റ കണ്ണിന്റെ ഉള്ളിൽ 2 കോടി ഉപകരണങ്ങളുണ്ട്. ഈ 2 കോടി ഉപകരണങ്ങൾ ഓരോ മനുഷ്യന്റെയും കണ്ണിൽ വെച്ച് അവന്റെ കാഴ്ചക്ക് ക്രമം കൊടുക്കുന്ന ആ റബ്ബ്, അവനെ നമുക്ക് നിരാകരിക്കാൻ പറ്റുമോ? ആ റബ്ബിന് മനുഷ്യനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസകരമാണോ? അങ്ങനെ പുനഃസൃഷ്ടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ആ റബ്ബ്, അവനിലല്ലേ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് ഏൽപ്പിക്കാനുള്ളതെല്ലാം ഞാൻ അവനെ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി പറയേണ്ടത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ റബ്ബിനോടുള്ള സംഭാഷണങ്ങൾ നടത്താൻ യഥാർത്ഥത്തിൽ സാധിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത ആവശ്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ വെക്കുന്നുണ്ടാകും. ഒരു വ്യക്തിക്ക് 3 രീതിയിലാണ് പടച്ചോൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുക. നമ്മുടെ കുട്ടികൾ ലിബറലുകളുടെ അജണ്ടക്ക് വശംവദരായി പോകുമ്പോൾ സുജൂദിൽ കിടന്ന് നിറക്കണ്ണുകളോടെ പ്രാർത്ഥിക്കുകയും അവരെ ബോധവൽക്കരിക്കാനുള്ള പദ്ധതികൾ ഒരുക്കുകയും ചെയ്തോളൂ. അത്ഭുതകരമായ കാര്യങ്ങൾ ഉണ്ടാകും. ഒന്നുകിൽ അള്ളാഹു ആ പ്രാർത്ഥന അപ്പ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ ചോദിച്ച ചോദ്യത്തിന് പകരം അത് തന്നില്ലെങ്കിൽ വേറെ ഒന്ന് തരും. ക്യാൻസർ മാറിയില്ല, പക്ഷേ ആ ക്യാൻസറിന്റെ വേദനക്ക് പടച്ചോൻ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. ഇനി അതുണ്ടായില്ല, വേദനിച്ച് മരിച്ചു. എന്നാലും ആ പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ടില്ല. നാളെ പരലോകത്ത് അത് ഒരു അമലായി മീസാനിൽ കനം തൂങ്ങുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു വിശ്വാസി സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് ഉന്നതിയും ഉയരവും ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻപുള്ളവർക്ക് അധികാരവും ശക്തിയുമൊക്കെ നൽകിയതുപോലെ, മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് അധികാരവും ശക്തിയും നൽകിയതുപോലെ നിങ്ങൾക്കും അതിജീവനത്തിന്റെ ശക്തി നൽകും. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ആരാധിക്കണം, അവനിൽ പങ്കു ചേർക്കരുത് എന്ന, നിങ്ങൾക്ക് നിർഭയത്വം ലഭിക്കുമെന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ സദസ്സിൽ ഒരു സുഹൃത്തിനെ കാണുന്നുണ്ട്. എൻ്റെ ഈ ഡയലോഗിന് തൊട്ട് മുമ്പുള്ള ഒരു പരിപാടിക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നുള്ളതിന് ഞാൻ പറയണല്ലോ, ആ നിലക്ക് പറയാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പേര് ദുആഉൽ ലയാലി എന്നാണ്. രാത്രിയിലെ പ്രാർത്ഥനകളുടെ ഉത്തരമായി എനിക്ക് കിട്ടിയ കുട്ടിയെന്ന്. അപ്പം നമ്മൾ റബ്ബിനോട് നിറക്കണ്ണുകളോട് കൂടെ കാര്യം പറഞ്ഞ സഹോദരന്മാരെ പടച്ചോൻ കേൾക്കും. നമ്മളൊരു ഉമ്മത്തായി ഒന്നിച്ചു നിൽക്കണം. ഒരു ഉമ്മത്തായി ഒന്നിച്ചു നിൽക്കാനുള്ള വഴി വിശുദ്ധ ഖുർആനിൻ്റെ മനോഹര തീരത്തേക്ക് യാത്ര ചെയ്തെത്തി മുന്നോട്ട് പോവുക എന്നതാണ്. അതുകൊണ്ട് മഗ്രിബ് മുമ്പുള്ള ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും നമുക്ക് ധാരാളം കാര്യങ്ങൾ സമൂഹത്തോട് സംവദിക്കാനുണ്ട്. ടെക്നിക്കലായ ചെറിയ ഒരു പ്രയാസം വന്നുകൊണ്ട് ഇവിടെ വിഷയങ്ങൾ സമർത്ഥിച്ചപ്പോൾ അതിൻ്റെ കൂടെ കാണിക്കേണ്ടിയിരുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടം വരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം നമുക്കത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളും നിങ്ങളുടെ കുടുംബവും വിസ്ഡം ഡയലോഗ് ടി വിയിലുള്ള ഡയലോഗിൻ്റെ 1 മുതൽക്കുള്ള എപ്പിസോഡുകൾ കാണുക. അപ്പം ഞങ്ങളിവിടെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, മറുചേരിയിൽ എല്ലാ രാത്രിയിലും 5ഉം 6ഉം ആളുകൾ ഇരുന്ന് 2ഉം 3ഉം മണിക്കൂർ ലൈവ് ചെയ്യുന്നുണ്ട്. ആ ലൈവിൽ എന്റെ ഡയലോഗ് ഉയർത്തിയ വിമർശനങ്ങൾ ഉന്നയിക്കാനും അതിന്റെ ക്ലിപ്പുകൾ കാണിച്ച് മറുപടി പറയാനും പറ്റാത്തത് 30 സെക്കൻഡിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് ഒരുത്തൻ മറുപടിക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഇറക്കിയിരുന്നു. മറുപടി കണ്ടില്ല. ശരി, 30 സെക്കൻഡ് 30 സെക്കൻഡ് പോരട്ടെ,
കഴിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങളുടെ പ്ലാനിങ് അല്ല പറയണത്. ഞങ്ങൾ പ്രപഞ്ചനാഥനായ സൃഷ്ടികർത്താവ് മാനവതയുടെ മോചനത്തിന് വേണ്ടി ഇറക്കിയ വേദഗ്രന്ഥം മുന്നോട്ട് വെച്ച മഹത്തായ സന്ദേശമാണ് പറയുന്നത്. അത് കൃത്യമായി വിചാരണയുടെ കൂട്ടിൽ നിർത്തി വരും മണിക്കൂറുകളിൽ നമ്മൾ തീർച്ചയായും ഈ ഒരു ഡയലോഗുമായി മുന്നോട്ട് പോകും. നമുക്ക് കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി വന്നിട്ടുണ്ട്. കാലാവസ്ഥയുടെ ചെറിയ വെല്ലുവിളികൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു സെഷൻ പൂർത്തിയാകുന്നതുവരെ മഴമേഘങ്ങൾ അത് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് ശാന്തമായി കുളിരായി പെയ്യാനും ഇത് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ സൗകര്യങ്ങൾ ലഭിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുക. സമയബന്ധിതമായി 4:17 ഈ പ്രോഗ്രാം തുടങ്ങി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആ കാര്യം വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കുന്ന, സമയത്തിന് കാര്യങ്ങൾ തുടങ്ങുക എന്നുള്ളത് പരിഗണിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. നമുക്ക് ടെക്നിക്കൽ എറേഴ്സ് കൊണ്ട് ചില മിനിറ്റുകൾ നമുക്ക് ചെറിയ ഡിലേ വന്നിട്ടുണ്ട്. ആ ഡിലേ കൂടി കവർ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയബന്ധിതമായി തന്നെ നമ്മുടെ സെഷൻ പൂർത്തിയാകും. അതുകൊണ്ട് ഈ സെഷൻ കഴിഞ്ഞു പോകുമ്പോൾ ലിബറലിസത്തിൻ്റെ കെണിയിൽപ്പെട്ട് മാതാപിതാക്കൾക്കും മക്കൾക്കുമൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താ? മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇയാളെ മക്കളെയും പഠിച്ചവനെ ഇതിൽ നിന്ന് കാക്കണേന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ബോധ്യത്തോടെ തിരിച്ചറിഞ്ഞ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം.